ബോളിവുഡിലും നാടകരംഗത്തും മികച്ച പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനായ താരമാണ് പരേഷ് റാവൽ. ഹിന്ദിയിലും ഗുജറാത്തിയിലുമായി 200-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ശുഭാങ്കർ ഘോഷ് ചിത്രം വോ ചോക്രിയിലെയും മഹേഷ് ഭട്ട് ചിത്രം സർറിലെയും അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. രാജ്യം പത്മശ്രീയും നൽകി ആദരിച്ച പരേഷ് BJPയിലൂടെ രാഷ്ട്രീയ രംഗത്തും കൈവച്ചു. 2014 അഹമ്മദാബാദ് ഈസ്റ്റിൽ നിന്ന് BJP ടിക്കറ്റിൽ വിജയിച്ച് പാർലമെന്റിലും എത്തിയിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ നടൻ മമ്മൂട്ടിയുടെ ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായൊരു ആരോപണം നടത്തിയിരിക്കുകയാണ് പരേഷ്. 1993 ലോബിയിങ് നടത്തിയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഒപ്പിച്ചതെന്നാണ് ആരോപണം. തനിക്ക് കിട്ടേണ്ട പുരസ്കാരമായിരുന്നു അതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രമുഖ ഹിന്ദി വാർത്താ പോർട്ടലായ ദി ലലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരേഷ് റാവലിന്റെ ആരോപണങ്ങൾ. അഭിമുഖത്തിലെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: 1993-94 കാലത്ത് ഞാൻ മൗറീഷ്യസിൽ ഷൂട്ടിങ്ങിലായിരുന്നു. രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആയി കാണും. മഹേഷ് ഭട്ടിന്റെ ഫോൺ കോൾ വരുന്നു. പരേഷ് എന്തെടുക്കുകയാണ്, ഉറക്കത്തിലാണോ എന്നെല്ലാം ചോദിച്ച ഭട്ട് വേഗം എഴുന്നേക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സംവിധാനം ചെയ്ത സർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എനിക്ക് ദേശീയ അവാർഡ് വരാൻ പോവുകയാണെന്നും പറഞ്ഞു. പിന്നാലെ സംവിധായിക കൽപ്പന ലക്ഷ്മിയുടെ അപ്രതീക്ഷിത കോളും വന്നു. കേതൻ മേത്ത സംവിധാനം ചെയ്ത സർദാറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അമ്പരന്നിരിക്കുകയായിരുന്നു ഞാൻ. കേതൻ സംവിധാനം ചെയ്ത സർദാറിന് തന്നെയാണോ അവാർഡെന്ന് ചോദിച്ചുറപ്പിച്ചു. അതെ, കേതന്റെ പടത്തിന് തന്നെയാണ് പുരസ്കാരമെന്ന് അവർ തീർത്ത് പറയുകയും ചെയ്തു. വൻ അംഗീകാരം കാത്തിരിക്കുന്നതിന്റെ വലിയ ആഹ്ലാദത്തിലും ആകാംക്ഷയിലുമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയത്. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സർ ചിത്രത്തിലെ അഭിനയത്തിന് മാത്രമേ അവാർഡ് ഉള്ളൂവെന്ന് അറിയുന്നത്. സർദാറിന് പുരസ്കാരം ലഭിച്ചില്ലെന്നും മനസ്സിലായി. എന്നിട്ടും സംശയം തോന്നി സംവിധായകൻ കേതനെയും സംവിധായകൻ ഷാൻ ബെനഗലിനെയും സിനിമാ വിമർശകൻ ഖാലിദ് മുഹമ്മദിനെയും വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരോടും ചോദിച്ചു. പുരസ്കാര സമിതിയുടെ തീരുമാനത്തിൽ കേതൻ മേത്ത സംശയം പ്രകടിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് MPയും വ്യവസായിയുമായ T. സുബ്ബരാമി റെഡ്ഡിയെയും വിളിച്ചു നോക്കി. അദ്ദേഹമാണ് അക്കാര്യം വെളിപ്പെടുത്തിയത്. ഇങ്ങനെയാണ് പരേഷ് റാവൽ പറഞ്ഞത്: നിങ്ങൾ ലോബിയിങ് നടത്താത്തതാണ് പ്രശ്നമായത് എന്നായിരുന്നു അത്രേ റെഡ്ഡിയുടെ മറുപടി. തങ്ങൾ ശക്തമായി ലോബിയിങ് നടത്തിയാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം നേടിയെടുത്തതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയത്രേ. വിധേയൻ, പൊന്തൻമാട തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് 93-ലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കുന്നത്. എന്നാൽ മമ്മൂട്ടി നോമിനേഷൻ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ലോബിയിങ് ആണ് അന്ന് പുരസ്കാര നിർണയത്തിൽ നിർണായകമായതെന്നാണ് പരേഷ് ആരോപിക്കുന്നത്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക ക്രമങ്ങളും സുബ്ബരാമ റെഡ്ഡി തന്നോട് വിശദീകരിച്ചിരുന്നുവെന്നും അതാണ് മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തിൽ കലാശിച്ചതെന്നും ബോളിവുഡ് താരം ആരോപിക്കുന്നുണ്ട്. മോദി സർക്കാരിന്റെ കാലത്തല്ല, 2013-ലാണ് തനിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതെന്നും പരേഷ് ചൂണ്ടിക്കാട്ടി. ദേശീയ അവാർഡിനെ ഞാൻ ആദരിക്കുന്നുണ്ട്. എന്നാൽ ആ സംവിധാനത്തിലും ഒരുപാട് വീഴ്ചകളുണ്ട്. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മനീഷ കൊയ്രാളയുടെ ചിത്രം പുരസ്കാരത്തിനായി സമർപ്പിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അത്തരം വൃത്തികെട്ട രാഷ്ട്രീയം അവിടെയും നടക്കുന്നുണ്ട്. ലോബിയിങ് ശക്തമാണ്. ഓസ്കാറിൽ വരെ അതുണ്ട്. അപ്പോൾ പിന്നെ നാഷണൽ അവാർഡിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. മുംബൈ മേരി ജാൻ കണ്ട് ഒരു ദിവസം രാത്രി 11:30-12 മണിക്ക് നസ്രുദ്ദീൻ ഷാ എന്നെ വിളിക്കുന്നുണ്ട്. എന്തൊരു അഭിനയമാണെന്നാണ് അദ്ദേഹം വിളിച്ച് അഭിനന്ദിച്ചത്. ആ വാക്കുകൾ എന്റെ മനസ്സ് നിറച്ചു. ഓം പുരി ഒരിക്കൽ വിളിച്ച കിടിലൻ പ്രകടനമായിരുന്നെന്ന് അഭിനന്ദിച്ചിരുന്നു. എനിക്ക് അതൊക്കെ മതി, അതാണ് ഏറ്റവും വലിയ പുരസ്കാരം, പരേഷ് കൂട്ടിച്ചേർക്കുന്നു. ഇതേ അഭിമുഖത്തിൽ തന്നെ നടത്തിയ വിചിത്രകരമായൊരു അവകാശവാദത്തിലും വാർത്തകളിൽ നിറഞ്ഞിരുന്നു പരേഷ്. ഒരു അസുഖം പിടിപെട്ട സമയത്ത് 1 മാസത്തോളം സ്വന്തം മൂത്രം കുടിച്ചെന്നായിരുന്നു BJP നേതാവ് വെളിപ്പെടുത്തിയത്. ബിയർ കുടിക്കും പോലെയാണ് എന്നും രാവിലെ മൂത്രം കുടിച്ചത്. അങ്ങനെയാണ് തന്റെ അസുഖം ഭേദപ്പെട്ടതെന്നും അവകാശപ്പെട്ടിരുന്നു പരേഷ്.